ഹലോ ഗൈസ് പറഞ്ഞേ ഹായ് പറഞ്ഞേ. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് കേട്ടോ. അതാ ഇപ്പോൾ തോന്നിയ ഐഡിയ ആണ്. ഇപ്പോൾ സമയം ഏകദേശം 7:30 ഇവിടെ അമ്മയും അസ്ലിം പള്ളിയിൽ പോയിരിക്കുകയാണ്. ഞാൻ അവർ പള്ളിയിൽ പോകുമ്പോൾ എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ട് പോയി. അപ്പോൾ ഞാനൊരു 6:30 മുൻപ് എഴുന്നേറ്റു. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞത് അമ്മ ഇവിടെ റവയും തേങ്ങയൊക്കെ ചേർത്ത് ഒരു ദോശയ്ക്കുള്ള ഒരു ബാറ്റർ അരച്ച് വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വന്ന സമയത്താണ് ഒരു സൗണ്ട് കേട്ടത്. അപ്പോൾ അനുമോളൊന്ന് വാശിയും കുറുമ്പൊന്നും ഇല്ലാതെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ബ്രഷ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് അമ്മ അനുമോളും കൂടി ദോശ ചുടും അല്ലേ. എഴുന്നേറ്റ് വന്നെങ്കിലാണ് ഞങ്ങൾ അങ്ങനെ വീർത്തിരിക്കണേ. അല്ലെങ്കിലും ചില നേരത്തൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്ക് ദോശ ചുടാം. ആദ്യക്കുട്ടൻ പെട്ടെന്ന് എഴുന്നേറ്റ് വരാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അത് എഴുന്നേറ്റിട്ടില്ല, ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുറച്ച് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പതുക്കെ ദോശയൊക്കെ ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചപ്പോഴത്തേനും ഇവൾ എഴുന്നേറ്റ് വന്നു. ഇനി മിക്കവാറും ബ്രഷ് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ ബാക്കിയുള്ളവർ എഴുന്നേറ്റ് വരും. ഒരു 8 മണിയാകുമ്പോഴത്തേനും അവർ പള്ളിയിൽ നിന്നും വരും. ആനിമോള് ബ്രഷ് ചെയ്യാണ്. ആനിമോൾക്ക് തന്നെ ബ്രഷ് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കണം, കാരണം അതൊരു സി ഷേപ്പ് ബ്രഷാണ്, നമ്മുടെ നോർമൽ ബ്രഷല്ല. അപ്പം ഭയങ്കര തുപ്പലാണ്. ഇപ്പോൾ ഒരു ചിരിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രഷ് ചെയ്യണതിൻ്റെ ഒരു ഇതാണ് ആൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ തൊട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എഴുന്നേറ്റപ്പോൾ ഒന്നുമില്ല, നമ്മൾ സാധാരണ പോലെ നമ്മളുടെ ബ്രഷിങ് കഴിഞ്ഞു, ജസ്റ്റ് ഫ്രഷായി. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഫോൺ തോണ്ടിയിരുന്നു. പിന്നെ ഒന്ന് വർക്ക് ചെയ്യാനുള്ള കുറച്ചൊന്ന് ചെയ്തു. അപ്പോഴത്തേക്കും ഇവർ എഴുന്നേൽക്കുമ്പോഴേക്കും സാധാരണ അമ്മ വന്നിട്ട് തന്നെയാണ് അമ്മ ഉണ്ടാക്കൽ. നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് റെസ്റ്റ് ആണല്ലോ. അപ്പം ചിലപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാറുണ്ട്. എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ കുറച്ചധികം നേരം കിടന്ന് ഉറങ്ങാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു. കുറച്ച് നേരം വർക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് തന്നെ എഴുന്നേറ്റേ. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഒരു വീഡിയോ. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ ചിലപ്പോൾ ഞാൻ എഴുന്നേറ്റ് വരുന്നേ ഉണ്ടാവുള്ളൂ. സൺഡേസിൽ, നോർമൽ ഡേയ്സിൽ ചിലപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എഴുന്നേൽക്കാറുണ്ട്. അപ്പം എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല, കാരണം ഇവർ വാശിയായിരിക്കും, നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ പറ്റണ പോലെ തട്ടിക്കൂട്ടി ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്കാക്കാം. ഉടുപ്പ് നനഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, നനഞ്ഞിട്ടില്ല. നനഞ്ഞില്ല. അവൾക്ക് ഉടുപ്പ് ഊരണം എന്നാണ് പറയണേ. ഉടുപ്പ് നനഞ്ഞു എന്ന് കണ്ടോ. ജോക്കുട്ടൻ കിടന്ന് ഉറങ്ങുകയാണ്. അവനാണ് സാധാരണ ആദ്യം എഴുന്നേൽക്കാറ്. ബുക്കൊക്കെ കൊണ്ടുവച്ചിട്ട് കുട്ടി ഇപ്പോൾ കിടന്നുറങ്ങണേ. അത് കണ്ടില്ല, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ വാശിയാവും. ആനിമോൾ ഉടുപ്പൊക്കെ മാറി വന്നു. ആദ്യക്കുട്ടൻ അവിടെ എഴുന്നേറ്റ് കിടക്കുകയാണ്. ചിലപ്പോൾ അവൻ ആളെ കണ്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി അവിടെ കിടന്നോളും. ഞാൻ ഉറങ്ങാണോ നോക്കാൻ പോയത്. അപ്പോൾ എഴുന്നേറ്റ് കിടക്കുക. അപ്പോൾ അതൊക്കെ വാതിലടച്ച് ഞാനിങ്ങ് പോന്നു. നീ എന്തിനാ ഇതിൽ പുരട്ടണം? എന്നിട്ടാണോ ദോശ ഉണ്ടാക്കുക? പുരട്ടി തരാം കേട്ടാ. അപ്പോൾ നമ്മളിതാ ദോശ ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കണേ. അമ്മയ്ക്ക് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടപ്പം അത് അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അമ്മ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ തന്നെ തേങ്ങയൊക്കെ അരച്ച് വെച്ച്, തേങ്ങ റവയും കൂടിയൊക്കെ അരച്ച് വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഗ്യാസ് ഓൺ ചെയ്തില്ലേ അമ്മ? ആണല്ലോ. എന്തത് കത്താത്തേ? ആണിയുടെ കൊണ്ട് നമുക്ക് ലൈറ്റർ വെച്ച് കത്തിക്കാം. എടുത്ത് ലൈറ്റർ അടക്കി പണി തരും. നീ പുരട്ടാം, നീ പുരട്ടാം. തവി കാണുന്നില്ലല്ലോ. തവി കിട്ടി. അത് ഞങ്ങൾ വീഡിയോ എടുക്കായിരുന്നു. വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ ഫെർമെൻ്റ് ആകുമ്പോൾ ഒരു സ്മെല്ലാണ് കിട്ടുന്നത്. ഇതിൽ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതപ്പോൾ ദോശയ്ക്ക് കോരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കട്ടിയിലാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അമ്മ പറയണത് പൊന്തിയിട്ടില്ല എന്നാണ്. അമ്മ എത്തിയപ്പോഴേക്കും അപ്പം അമ്മ പറയണത് പൊന്തിയിട്ടില്ല എന്നാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്തിട്ടോടെ ചെയ്യണേ? എന്തേ ഒരു മന്നേ, ഒരു മന്നേ.
നേരം വെളുത്ത് എഴുന്നേറ്റ് വരിക, ആരുടെയെങ്കിലൊക്കെ ഒക്കത്ത് കയറുക, പിന്നെ ഫുൾ ടൈം ഒക്കത്ത് തന്നെയാണ് കക്ഷി. ആ സാധനം വാങ്ങിച്ചോ, ആ ബ്രഷ് മേടിച്ചോ. ഒന്ന് കഴിച്ചോ, ടേസ്റ്റ് ഉണ്ടാ മോളെ? ഈ ചെക്കന് ഇപ്പം ഭയങ്കര വാശിയാണ്. ഇതിനെ ഞാൻ പാപ്പു കൊടുത്തിട്ട് ഇവിടെ ഇരുത്താന്ന് വിചാരിച്ചപ്പോൾ അവൻ ഒക്കത്തുനിന്ന് ഇറങ്ങണില്ല. അല്ലെങ്കിൽ ഞാൻ താഴ്ന്ന് പാപ്പൊക്കെ കഴിക്കാറുള്ളത്. ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര വാശിയാണ്. നമ്മുടെ കയ്യിൽ ട്രോഫി കയറിയത് കൊണ്ട് തന്നെ നമ്മൾ പുറത്താണ്, ഇവർ അടുക്കളയിൽ പണികളിലാണ്. ഇറങ്ങിക്കോ, താഴത്തിറങ്ങിക്കോ. ഇങ്ങനെ എടുത്ത് നടക്കുക നേരം വിളിക്കുമ്പോൾ തുടങ്ങി. എന്തോ കണ്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആദ്യക്കൂട്ടൻ. നമ്മുടെ വീട്ടിൽ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ രാവിലെ ആയിരിക്കും. രാവിലെ ഒരു യുദ്ധമാണ്. ഒരാൾ അകത്തുനിന്ന് പോന്ന് കട്ട്ളയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഫുഡ് കഴിപ്പ്. ഇതൊന്ന് താഴത്തിറങ്ങി. എളുപ്പമല്ല. മറ്റേത് ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് നിർത്താറുണ്ട്. അപ്പം അതിനൊന്നും വൃത്തിയില്ലല്ലോ. ഇപ്പം അടി നടക്കും. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്. ഇതൊന്നുമല്ല, ഇതിപ്പോൾ തന്നെ നല്ലൊരു കാറ്റ് വീശി പോയേ ഉള്ളൂ. അവിടെ ഞങ്ങളുടെ കൊമ്പത്തടയിലുള്ള പോലെയല്ല ഇവിടെ കാഞ്ഞാണിയിൽ. ഭയങ്കര കാറ്റാണ്, ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവും. അശ്ലിത പിള്ളേരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. കാര്യം വേറെ ഒന്നുമല്ല, ഓരോരുത്തർ പിള്ളേരെ എൻഗേജഡ് ആക്കി വെച്ചാൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാനോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പറ്റുള്ളൂ. അവള് പിള്ളേരും കൊണ്ട് പുറത്ത്. അനുമോളെ പാലെടുത്തിട്ട് വാ. അനുമോള് ആ പാല് വന്നത് കൊണ്ട് അടുക്കളയിൽ പോയിട്ടുണ്ട്. ഞാൻ എന്താ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഞാൻ ഒറ്റയ്ക്കിരുന്ന് തട്ടെന്ന് വിചാരിക്കരുത്, ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. ആൻറ്റി അവിടെ പിള്ളേരെയും കൊണ്ട് പുറത്തുണ്ട്, അശ്ലി പുറത്തുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞ് പോയി പിള്ളേരെ അടുത്ത് നിന്നിട്ട് വേണം അവൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. അമ്മ ബാക്കിയുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. കാരണം ആൾക്കാരുടെ എണ്ണവും പിള്ളേരുടെ എണ്ണവും സെയിമാണ്. നമുക്ക് അവരെ നോക്കാൻ എപ്പോഴും ഒരാൾ ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ടാവണം. ഫസ്റ്റിൽ ഫുഡ് കഴിക്കാൻ പോയി, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അമ്മ ചെടികളൊക്കെ വാടിയെന്ന് പറഞ്ഞ് നനയ്ക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അനുമോൾ അവിടെ ചെന്ന് അമ്മമ്മനെ എന്തൊക്കെയോ പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും വെള്ളം കണ്ട് അടുത്ത ആളെത്തി. അവന് നീർവീഴ്ചയും ചുമയൊക്കെയാണ്. കണ്ടോ ഭയങ്കര കാറ്റാണ്. നമുക്ക് ഭയങ്കര വലിച്ചിലും ഡ്രൈ ആവാം. അവിടെ പൂവാരോ ഒട്ടിക്കാൻ നോക്കുന്നുണ്ട്. മുട്ടേ ഇതാ ജോക്കുട്ട് എഴുന്നേറ്റു. ഇന്ന് അതും വലിയ വാശിയില്ലാണ്ടാണ് എഴുന്നേറ്റ് വന്നേക്കണത്. മാതിലുകൾ തുറന്ന ഇതാണ് പ്രശ്നം. ഇവർ ഇങ്ങനെ ഓടിക്കയറും. എഴുന്നേറ്റപ്പോൾ തന്നെ ഉണ്ടോ പുസ്തകവും വെള്ളം കുപ്പിയൊക്കെ എടുത്ത് വന്നു. ജോക്കുട്ട വാ, കുരിശ് വരച്ച് പല്ലേക്കാൻ വാ. വാ, കണ്ടോ ഇവർ ഇരട്ടകളാണ് കേട്ടോ. അതുപോലെ തന്നെ പരട്ടകളും. നമ്മൾ കേട്ടുപരിചയ വെച്ചിട്ടുള്ള ഡയലോഗാണ്. ഇത് ഇവരുടെ കാര്യത്തിൽ സത്യമാണ്. ഇത് കണ്ടോ, ഒരാൾ ചൂലെടുത്തുകൊണ്ട് വന്ന് അടിച്ചുവാരി എടുത്ത് കാണിക്കണതാണ്. മോപ്പ്, ചൂലടിച്ചുവാരി, അടുക്കളയിലെ പാത്രങ്ങൾ, ഇതൊക്കെയാണ് ഇവരുടെ ഫേവറേറ്റ് ഐറ്റംസ്. ഇതാ പോവാണ് അതുകൊണ്ട്. ഇനി അതുകൊണ്ട് എവിടം വരെ എത്തുമോ അവിടം വരെ പോവും. ജോക്കുട്ട ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ടേബിളിൽ നിന്നിരുത്തിരിക്കില്ല. ഒന്നുകിൽ അവിടെ ഇരുന്ന് അമ്മമ്മയുടെ പെട്ടി അല്ലെങ്കിൽ താഴത്ത്. അപ്പം ഞാൻ അമൃതം പൊടി കൊണ്ട്, അവന് ദോശേൻ്റെ ഒപ്പം ഉണ്ടയും കൂടി വേണം. ഞാൻ അമൃതം പൊടി കൊണ്ട് ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർക്ക് കഴിക്കാനായിട്ട്. കാരണം ഇവർ മുട്ടായി ബിസ്ക്കറ്റൊക്കെ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് അമൃതം പൊടി കൊണ്ട് ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീരാറായി. അപ്പം അതും കൊണ്ടുവന്നിട്ടുണ്ട് ആശാൻ. ഇവളെടുക്കാൻ പറഞ്ഞ് വാശിയായപ്പോൾ എല്ലാവരും ബിസിയായ കാരണം അടുക്കളപ്പണിയുടെ ഇടയിൽ ആൻറ്റി കൊണ്ടുവന്ന് ഗ്യാസിന് പ്രതിഷ്ഠിച്ച് വൃത്തിയാക്കണതാണ് ഈ കാണുന്നത്. അങ്ങനെയെങ്കിലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. ഇപ്പോഴും എടുത്തിടങ്ങാൻ പറ്റുമോ? ഇനി പിള്ളേരുടെ കുളിപ്പിക്കൽ പരിപാടീസൊക്കെയാണ്. അതിനൊരു യുദ്ധമാണ്. അതെ, ഒരെണ്ണത്തിൻ്റെ വിധത്തിൽ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ക്രീമൊക്കെ സുന്ദരനാക്കണം. ഞാൻ എന്തായി ക്രീമാട്ടോ പിള്ളേർക്ക് യൂസ് ചെയ്യാറ്. പുളിയമ്പറ്റ വൈദ്യശാല എന്ന് വാങ്ങിച്ച എലാദി മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഡോക്ടർ ഹസ്ന ഷബീൽ. ഞാൻ QDG എന്ന് പറഞ്ഞ FB ഗ്രൂപ്പിൽ കണ്ടതാണ്. നല്ലതാണ് കേട്ടോ, ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലതാണ്. അടുത്ത ആളും കുളി കഴിഞ്ഞ് വന്നിട്ട് നേരത്തെ നിങ്ങൾ കേട്ടില്ല ആദ്യക്കുട്ടൻ്റെ വാശി ബാക്ക്ഗ്രൗണ്ടിൽ. എടുത്തില്ലെങ്കിൽ വാശി, കൊണ്ടുപോകണമെങ്കിൽ പിന്നെ വാശി, വെളിച്ചെണ്ണ തേച്ച് നിർത്തിയ വാശി, എപ്പോഴും വാശിയാണ്. ഒരു അനുമോള് കുളിച്ചു, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ചെയ്ത് നിൽക്കേണ്ടത്. ഇത് ഇവിടെ അമ്മ തയ്ച്ച ഡ്രസ്സാണ് വീട്ടിലിടാനായിട്ട്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടം അങ്ങനത്തെ ഡ്രസ്സുകൾ. അപ്പോൾ അവളുടെ കുളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ജോക്കുട്ടൻ വീണ്ടും ചായ കുടിച്ച് ബാക്കിയാക്കിയത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പെട്ടിപ്പുറത്ത് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞത് മൂന്നാളുടെയും കുളിയൊക്കെ കഴിഞ്ഞു. ആദ്യക്കുട്ടനെ ഉറക്കാൻ നോക്കിയിട്ട് അവ ഉറങ്ങിയില്ല. അമ്മ അടുക്കളയിൽ ഉച്ചക്കലത്തുള്ള പരിപാടികളിലാണ്, കറി ഉണ്ടാക്കൽ കാര്യം. ഇവിടെ ആദ്യക്കുട്ടിന് നല്ല കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ടാവും. കുറേ ദിവസമായി മര്യാദയ്ക്ക് രാത്രി ഉറങ്ങിയിട്ട്. അപ്പോൾ ഞാനൊന്ന് നെബുലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ എൻ്റെ അനിയനെ കൊണ്ട് കൊണ്ടിരിപ്പിച്ചതാണ് കേട്ടോ. ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്.
ട്രൈസ്റ്റാറിൻ്റെ നെബുലൈസർ. അത് ജോക്കുട്ടിന് നല്ല എന്താ പറയുക, ഇതുപോലെ കഫക്കെട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അഡിനോയിഡ്സിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതേ ഒരാൾ കണ്ടു, അവന് തപ്പി നോക്കണം എന്താ സംഭവമെന്ന്. അപ്പം അവന് യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യകുട്ടിന് തീരെ സുഖമില്ലാത്ത കാരണം ഒന്ന് നെബുലൈസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുട്ടിക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണ്ടേ. അപ്പോൾ ഇതിൻ്റെ മറ്റേ റെക്റ്റാങ്കിൾ പിന്നാണ്. അപ്പം ഇത് തപ്പി ഇവിടുത്തെ അഡാപ്റ്റർ കാണാനില്ല. അഡാപ്റ്റർ കാണാണ്ട് ഞാൻ പിന്നെ അടുത്ത വീട്ടിലെ പയ്യനെ വിളിച്ച് അവരവിടെ എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് എടുത്തുകൊണ്ട് വന്നിട്ടാണ് പിന്നെ ഇത് ഒന്ന് നെബുലൈസ് ചെയ്തത് കൊച്ചിനെ. ആദ്യമൊക്കെ അവൻ നല്ല കുട്ടിയായിട്ട് ഇരുന്നു. പിന്നെ പതുക്കെ വാശി തുടങ്ങി. അതിനൊരു സൗണ്ട് ഉണ്ട് നെബുലൈസറിന്. അത് കണ്ട് പേടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ആദ്യം വലിയ കുഴപ്പമില്ലാതിരുന്നു. പിന്നെ ഭയങ്കര വാശിയായി. ഇപ്പോൾ ചേട്ടനും ചേച്ചി അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ രാവിലത്തെ സമയം അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് ഇവരുടെ വാശിയും ബഹളം തന്നെയായിരിക്കും മെജോറിറ്റി ഉണ്ടാവുക. പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കില്ല. രാവിലെ ഇവൻ ഉറങ്ങണം, പിള്ളേരെ ഉറക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ പിള്ളേർ ടി വി വെച്ച് കൊടുക്കാനും പറ്റുന്നില്ല. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മോന് ഈ വർത്തമാനം അങ്ങ് ക്ലിയർ ആവാത്ത കാരണം കൊണ്ട് ടി വി തീരെ വെക്കേണ്ടെന്നാണ് പറഞ്ഞേക്കണേ ഡോക്ടർ. അപ്പം നമ്മളിപ്പോൾ ഒരു 10 ദിവസമായി ടി വി തീരെ വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം അങ്ങനെ. അപ്പം അതുകൊണ്ട് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇരിക്കണം. അവൻ തുടങ്ങി, വാശി തുടങ്ങി, നല്ല വാശിയായി. പിന്നെ അങ്ങോട്ട് നല്ല വാശിയായിട്ട് പിന്നെ അസ്ലിയുടെ മടിയിൽ വെച്ച് കാലും കയ്യും ഒക്കെ കൂട്ടി പിടിച്ച് അങ്ങനെയാണ് ഞങ്ങളിത് ചെയ്ത് അവസാനിപ്പിച്ചത്. എന്നാലും മെഡിസിൻ കഴിയുന്നത് വരെ ഞങ്ങൾ സംഭവം ആവി കൊള്ളിച്ചു. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കുറുങ്ങൽ പോലെയും പിന്നെ രാത്രി ഉറക്കില്ലാത്തതും എല്ലാം കൂടി ആയപ്പോൾ ഒന്ന് ചെയ്യിച്ചതാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഉപയോഗം വരാറില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ നാളിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒന്ന് ചെയ്യിച്ചതാണിത്. ആശാൻ നല്ല വാശിയായി. ഇതിൻ്റെ ഇടയിൽ ജോക്കുട്ടൻ അവൻ കരയണ കണ്ട് പേടിച്ചിട്ട് അടുക്കളയിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ കഫക്കെട്ടിൻ്റെ പ്രശ്നം അടിക്കടിക്ക് വരുന്ന പിള്ളേരാണെങ്കിൽ നമ്മൾ വീട്ടിലൊരു നെബുലൈസർ വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ജോക്കുട്ടന് ഇങ്ങനെ പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ നെബുലൈസറൊക്കെ വാങ്ങിച്ച് വെച്ചത്. അങ്ങനെ അതൊരംഗം കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഉറക്കാനൊക്കെ കൊണ്ട് കിടത്താൻ നോക്കിയത്. നമുക്ക് ഭാഗ്യമുള്ള ദിവസമാണെങ്കിൽ കുറുക്കും കുടിച്ച് കുറച്ച് നേരം തനിയെ കളിച്ചാൽ ഉറങ്ങും. പിന്നെ ആനിമോൾ കൊടുക്കുന്ന പാല് കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയായി, ഉച്ചയ്ക്കുള്ള മുട്ടക്കറി റെഡിയായി. പിന്നെ പിള്ളേർ ഇവിടെ ഇരുന്നതേ പാത്രങ്ങളൊക്കെ എടുത്താണ് കളി. ഇനി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഒന്ന് ഇറക്കി കളിക്കാനായിട്ട്. പതുക്കെ ഞാൻ പോയി നോക്കിയപ്പോൾ ആദ്യക്കുട്ടനെ ഉറങ്ങിയിട്ടുണ്ട്. നല്ല നേരമാണെങ്കിൽ അവൻ തനിയെ ഉറങ്ങും, അല്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോരും. അതാണ് അംഗം. നമ്മളിത് അകത്ത് ഉച്ചഭക്ഷണം കഴിക്കാനൊക്കെയുള്ള ഒരു സമയമായി തുടങ്ങി. ഞാനതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് റീൽസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഡ്രസ്സ് മാറിയതാണ്. ഇനി പോയി ഫുഡ് കഴിക്കണം. ഇവരിതാ ഇവിടെ പൊരി എന്തൊക്കെയോ കഴിക്കുകയാണ്. അത് കഴിഞ്ഞത് അമ്മ അവർക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇവരോടുള്ള അംഗമെട്ടും ഇവരെ മേക്കലും ഒക്കെ തന്നെയാണ് മെയിൻ. അതല്ലാതെ വേറൊന്നുമില്ല. ഫുഡ് കഴിക്കലൊക്കെ കൊണ്ടുവന്നപ്പോൾ പിള്ളേരെ കൊണ്ടുവന്ന് ഉറക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂടെ കിടന്നാൽ മതി. അപ്പോൾ മോനെ വിളിച്ചപ്പോൾ മോന് അമ്മമ്മയുടെ കൂടെ അവിടെ കിടക്കുന്നുണ്ട്. ഇവളെൻ്റെ കൂടെ പോകുന്നു. ഇനി അവൻ ഉറങ്ങി കഴിയുമ്പോൾ ഇവിടെ കൊണ്ട് കിടത്തണം. ഉറങ്ങിയിട്ടൊന്നുമില്ല, ശതി ഉറങ്ങാൻ പോണേ ഉള്ളൂ. അവൻ അവിടെ നിന്ന് ഓടി വന്ന് ഇതിപ്പോൾ എൻ്റെ മേത്ത് കയറി കിടക്കുകയാണ്. അതിനിടയിൽ ഞാനും ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ തിക്കും തിരക്കിനിടയിൽ നമുക്ക് വീഡിയോ എടുക്കൽ ഫുൾ സംഭവങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അവനിപ്പോൾ 2-3 ദിവസമായിട്ടുള്ള ശീലമാണ്. ഒന്നെങ്കിൽ കാർ അവിടെ വെച്ച് അവൻ കൊണ്ടുവരാറുണ്ട് വീട്ടിൽ. ഇപ്പോൾ കാറ് അല്ലെങ്കിൽ ബുക്ക് എടുത്തുകൊണ്ട് വരും. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ നോക്കി ഇരുന്ന് ഉറങ്ങും. ഇപ്പോൾ എന്നെ എണീപ്പിച്ചിരുത്തി ഈ ബുക്കുകൾ വായിക്കുന്നതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. അവൻ അങ്ങനെ എഴുന്നേറ്റ് പോയി. അവൻ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഉറങ്ങിയത്. ഇത് കഴിഞ്ഞ് അവൻ കുറച്ച് നേരം ഇവിടെ കളിച്ചു. ആനിമോളെയും കൂടി എണീപ്പിച്ച് അവൻ്റെ പാട്ടിന് പോയി. എഴുന്നേറ്റ് വന്ന് അവൾ തണ്ണിമത്തം കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൾ 2ാം ട്രിപ്പാണ് തണ്ണിമത്തം കഴിക്കണം. അവനും അവളൊക്കെ തണ്ണിമത്തം കഴിച്ച് അവിടെ മൊത്തം ചാറാക്കി ആകെ അലമ്പാക്കി ഇട്ടിരിക്കുന്നപ്പോൾ 2ാമത് വീണ്ടും കഴിച്ചു തുടങ്ങിയതാണത്. പിന്നെ ഇവരിങ്ങനെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുകയാണ്. അടിയൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. കുറച്ച് നേരം കളിക്കും. അത് കഴിഞ്ഞതേ അവൻ ബിൽഡിംഗ് ബ്ലോക്കല്ല, എന്തൊരു ജപ്പാണ്, അത് വായിലിട്ട് നടക്കുകയാണ്. കുറച്ച് നേരമൊക്കെ അത് താഴത്തിറങ്ങുള്ളൂ. താഴത്തിറങ്ങണ നേരം നല്ല നേരമായിരിക്കും. ബാക്കിയുള്ള നേരത്ത് മുഴുവൻ ഓരോരുത്തരുടെ ഒക്കത്താണ്. എനിക്കൊന്ന് തലവേദനിച്ചിട്ട് ഞാൻ സോഫയിൽ വന്ന് കിടന്നു. എൻ്റെ മേത്ത് കയറി കുത്തിമരണ രംഗങ്ങളെ കാണണേ. മാറ്റി നിർത്തിയിട്ടും കുഞ്ഞടി കൊടുത്ത് മാറ്റിയിട്ടും ഒരു കൂസലും ഇല്ലാണ്ട് എൻ്റെ മേത്ത് കയറി കുത്തിമരണ അംഗങ്ങളാണ് കാണുന്നത്. ജോക്കുട്ടൻ അവിടെ നിൽക്കുകയാണ്. ഇവർ കുത്തിമരണ കാണുമ്പോൾ മിക്കവാറും ഇപ്പം അവനും ഓടിയെത്തും. അവനും പിന്നാലെ ഓടി വരുന്നുണ്ട്. അവനും കൂടി കുത്തിമറിഞ്ഞ് നല്ല തലവേദനയായിട്ട് കിടന്നതാണ്. അപ്പോൾ നല്ല സുഖമുണ്ട്. ഇന്നിവിടെ കുടുംബസമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ജോക്കുട്ടിനെ ഞാനിപ്പോൾ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ആനിമോള് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ആനിമോളിനെയും കൊണ്ട് അമ്മ പോകാൻ നിൽക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഒരാളിവിടെ കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ അമ്മ അവളെയും കൊണ്ട് പോകാൻ നിൽക്കുകയാണ്. ആദ്യക്കുട്ടിനെയും കൊണ്ട് അസ്ലി പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പതുക്കെ ചായ കുടിക്കാൻ ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ച തിരിഞ്ഞ് ഇവിടെ കണ്ടശാങ്കടം എന്ന് പറയും. അവിടെ പള്ളിയിൽ കുർബാനയുണ്ട്. അപ്പോൾ അതിന് പോകണം എന്ന് വിചാരിച്ചാണ് ഇരിക്കണേ. അപ്പോൾ അതെ ആദ്യക്കുട്ടൻ വാശിയായതാണ്. അവർ പോകണം കണ്ടിട്ട് ആദ്യക്കുട്ടൻ വാശിയായി. അപ്പോൾ ആദ്യക്കുട്ടനെ പതുക്കെ അസ്ലി ചെരുപ്പൊക്കെ ഇടിച്ച് പതുക്കെ പുറത്തുനിന്ന് നടക്കാൻ കൊണ്ടുപോയി. ആ ഗ്യാപ്പിൽ ഞാൻ ചായ കുടിക്കാനായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ
അങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ പിള്ളേർക്കുള്ള പാലൊക്കെ അമ്മ അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ എടുത്തു. അങ്ങനെ ചായയും ബിസ്ക്കറ്റൊക്കെ കൂട്ടി കഴിച്ചത് കഴിഞ്ഞപ്പോൾ അതൊക്കെ കുളിക്കാൻ പോകുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. രാവിലെ കുർബാനയ്ക്ക് പോകാൻ കാരണം കൊണ്ട് ഈവനിങ് പള്ളിയിൽ പോകുന്ന സമയത്ത് കുളിക്കാമെന്ന് വിചാരിച്ച് നിന്നു. അപ്പോൾ ഞാൻ തലയിൽ തേക്കുന്നത് ഈ ഹെയർ ഓയിലാണ്. പിന്നെ കയ്യിലും കയ്യിലൊക്കെ ഞാൻ ചുമ്മാ പച്ച വെളിച്ചെണ്ണയാണ് പുരട്ടാറ്. പക്ഷെ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായി ഋതുവിൻ്റെ ദന്തപാല പ്ലസ് ഓയിലാണ് പുരട്ടുന്നത്. ഇതിൽ ദന്തപാലേൻ്റെ ഓയിൽ പ്ലസ് പൊമഗ്രാനൈറ്റ് ഓയിൽ അങ്ങനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പം മേല് പുരട്ടാനായിട്ട് യൂസ് ചെയ്യണേ. കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ജോക്കുട്ടിനെ എഴുന്നേറ്റിട്ടുണ്ട്. ഒക്കെ അതേ പുറത്തിരിപ്പാണ്. ഞാൻ പള്ളിയിലേക്കായിട്ട് പോവാണ്. അത് ഇറങ്ങാറായി. എനിക്ക് രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ പോവാണ്. അപ്പം എല്ലാവരും ഇറയത്ത് കിടക്കാണ്. മോളെ കൊണ്ട് അമ്മ കുടുംബസമ്മേളനത്തിന് പോയി. ബാക്കി രണ്ടാണ് ഇറയത്ത് കിടക്കാണ്. അപ്പം അവരെയും കൊണ്ട് ബാക്കിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്യാപ്പിലൂടെ എനിക്ക് ഇറങ്ങി ഓടാനായിട്ട്, അല്ലെങ്കിൽ ഒരു കരച്ചിലാവും. പള്ളിയിലെത്തി. ഇത് കുർബാന തുടങ്ങിയിട്ടൊന്നുമില്ല. പള്ളി കറക്കട്ടെ. കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നന്നായി ഇരുട്ടായിട്ടുണ്ട്. 7 മണിയായി. ഞാൻ ബസ്സിലാണ് വീട്ടിലേക്ക് വരുന്നത്. പോയതും ബസ്സിലായിരുന്നു. ഞാൻ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അമ്മയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ക്യാബേജ് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ പച്ചക്കറി മേടിച്ചു. അത് കഴിഞ്ഞ് ഞാനിവിടെ പെട്ടെന്നൊരു ഐഡിയ വന്നു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ കേക്കിന് വേണ്ടി ഫ്രഷ് ക്രീം, ഡയറി മിൽക്ക്, ഓറിയോൻ്റെ ബിസ്ക്കറ്റൊക്കെ വേണം. അപ്പോൾ അത് വാങ്ങാൻ പോയപ്പോൾ പല സാധനങ്ങളും കൂടി ഇല്ല. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ എവിടെ നിന്ന് കിട്ടുന്ന ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഇവിടെ നവരത്നയുടെ ഒരു സൂപ്പർ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാം. അവിടെ കയറി എനിക്ക് ഫ്രഷ് ക്രീമും കിട്ടി. അങ്ങനെ ഞാൻ റോട്ടിൽ കൂടെ നടക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ വീടുകളിലൊക്കെ നക്ഷത്രവിളക്ക് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് ആവാറായില്ലേ. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. അപ്പോൾ അതാ വീടുകളിലൊക്കെ നക്ഷത്രം ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലിട്ടിട്ടില്ല കേട്ടോ, നമുക്ക് ടൈം ആയിട്ടില്ല. ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ നോക്കുകയാണ്. ഒന്നുകിൽ ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ അമ്മ കൊടുക്കും. ഞാൻ കൊടുക്കുകയാണ്. ഇതേ ഒരുത്തന്നെ എടുക്കാൻ പറഞ്ഞ് വാശി കാണിക്കുകയാണ്. ഞാൻ കൊടുക്കുകയാണെങ്കിൽ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് കൊടുക്കും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ പിള്ളേരുടെ. അപ്പോൾ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ നല്ല ഐഡിയ പെട്ടെന്ന് വന്നത്. കയ്യോട് ഉണ്ടാക്കിയെന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കില്ല. അപ്പോൾ പിള്ളേരെ അടുക്കളയിൽ നിന്ന് പുറത്താക്കി അതിനടിച്ച് കുറ്റിയിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്നു കേട്ടോ സഹായിക്കാൻ. പാത്രം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പാത്രങ്ങൾ എടുക്കാനും ഇതിനൊക്കെ ആയിട്ട് അമ്മ വന്നു. അമ്മ സഹായിക്കുന്നുണ്ടായിരുന്നു. കേക്ക് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് കയറി നോക്കണേ. നമ്മൾ പിള്ളേരെ കളിപ്പിക്കുമ്പോൾ പിള്ളേരെ നമ്മളെയും കളിപ്പിക്കുക. ആണിമോൾ ഇതേ ഓരോ കോപ്രായം കാണിച്ച് നമ്മളെ കളിപ്പിക്കുകയാണ്. ഇവൻ ഇപ്പോഴും ഒക്കെ തന്നെയാണ്. ഇവൻ ഒക്കത്തിന് ഇറങ്ങിയിട്ടുള്ളൊരു കളിയില്ല. അപ്പോൾ കേക്കിൻ്റെ കാര്യങ്ങളൂടെ റെഡി ആവുന്നുണ്ട്. മരുന്നുണ്ടാണോ കണ്ണൊക്കെ തിരുമണ്ട് കുട്ടി. അപ്പോൾ കേക്ക് ഉണ്ടാക്കൽ തകൃതയെ നടക്കുന്നുണ്ട്. എല്ലാവരും അടുക്കളയിലുണ്ട്. ഇവരുടെ ഫ്രിഡ്ജ് തുറന്ന് പരിശോധിക്കുകയാണ്. പിന്നെ അനിമോൾ എടുക്കാൻ പറഞ്ഞിട്ടൊരു വാശിയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ 20 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ ഒരു ദിവസം മുഴുവനാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറേ വാശിയും ബഹളവും യുദ്ധവും അടിപിടിയും ഒക്കെ കഴിയുന്നുണ്ട്. എല്ലാം കൂടി കാണിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഇത് വീണ്ടും എടുത്ത് ഒക്കത്ത് വെച്ചു. നമ്മൾ കേക്കിൻ്റെ പണികളിലേക്ക് കടന്നു. അപ്പോൾ കേക്ക് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. മോനുള്ള കുറുക്ക് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അതിനിടയിൽ എൻ്റെ അനിയൻ വിളിച്ചു. അപ്പോൾ അവൻ വിളിച്ചപ്പോൾ അവനോട് പിണങ്ങി. ആനിമോള് പിണങ്ങി കിടക്കുന്നതാണ് കാണുന്നത്. അവളെ വട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ മെയിൻ ഹോബി. ഇത് ആദ്യകൂട്ടിനോട് ഇരിപ്പുണ്ട്. ഇനി എല്ലാറ്റിനെയും പിടിച്ചു കൊണ്ടുപോയി കുളിപ്പിക്കണം. കുളി കഴിഞ്ഞ് പ്രാർത്ഥന. ഇന്ന് കേക്ക് ഉണ്ടാക്കണ കാരണം കുറച്ച് ലേറ്റായി. ദൈവം കണ്ട എല്ലാത്തിൻ്റെ മുകളിലും പൊത്തിപ്പിടിച്ച് കയറും. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി പ്രാർത്ഥനയുടെ ടൈമാണ്. പ്രാർത്ഥന അതിൻ്റെ ഇടയിൽ കണ്ടോ പിള്ളേർ ബഹളം, ഇവിടെ ഓടി നടപ്പ്, അടികൂടൽ, ഇതൊക്കെ ഇവിടെ സ്ഥിരമാണ്. ഫുൾ ടൈം അങ്ങനെ തന്നെയാണ്. അമ്മ കൂടി ഒന്ന് കുളിച്ച് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പ്രാർത്ഥന എത്തിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോന്നിൻ്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് കയറണം. നമ്മുടെ കണ്ണെത്തിയില്ലെങ്കിൽ എന്താ അപകടം എപ്പോഴാണ് പറ്റുകയെന്നറിയില്ല. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മ ടൈലറാണ്. അപ്പം അമ്മയ്ക്ക് തയ്ക്കാനുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ പിള്ളേരുടെ ബഹളം. അപ്പം അസ്ലി TTCക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവൾ ക്ലാസ്സിന് പോകും പകൽ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ബാക്കി അവളുടെ മേത്തോട്ടാണ് ബാക്കി എല്ലാവരും. ഇതാകണ്ടോ അവൻ തീപ്പൊയ്മ കറണ്ടെടുക്കാൻ നമ്മൾ കസേര അവിടെ വെച്ചത്. അപ്പോൾ കസേര തട്ടിമറിച്ചിട്ടും. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കേക്ക് എടുത്ത് നോക്കി. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് കേക്കൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് പിള്ളേരെ തട്ടിക്കൂട്ടി ഉറക്കാൻ കൊണ്ടുപോയി. അവർ ഉറങ്ങി. കുട്ടിനെ അനുമ്പോൾ ഞാൻ കൊണ്ടുപോയി ഉറക്കും. ആദ്യ കുട്ടിനെ അസ്ലി കൊണ്ടുപോയി ഉറക്കും. പിന്നെ എനിക്ക് വാശിയാകുമ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം. എങ്ങനെയുണ്ട്?